സർപ്രൈസ് കൂടി പ്രേക്ഷകരെ കാണിച്ചു കൊടുത്ത് നമുക്ക് തിരിച്ചു വാർത്തകളിലേക്ക് വന്ന എങ്ങനെയുണ്ടാവും? അടിപൊളിയായിരിക്കും. അല്ലേ? അവർ റെസ്റ്റ് ചെയ്യാണ്. കാണിക്കാം. അപ്പൊ നമ്മുടെ റിനു ശ്രീധറും ദിലീപ് ദേവസ്യയും ആമിനെയും ഒരുക്കുന്ന സർപ്രൈസിലേക്ക് ഇതാ നമ്മൾ കടക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ കലാജാഥയിലേക്ക് നമ്മൾ കടക്കുകയാണ്. കമോൺ. നമുക്ക് വേണ്ടി കലാജാഥയുമായിട്ട് ടീം എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ഈ ടീമിൽ ദിലീപ് ദേവസ്യയുണ്ട്, ആമിനുണ്ട്. നമുക്ക് ഒത്തുമുറുകി വരുന്നതിന് മുമ്പ് റിനു, എന്താ ഇത്രയും സംഭവം? അനന്തപൂരമാണല്ലോ, പൂരത്തിന് എന്തായാലും ചെണ്ടയും അതുപോലെ തന്നെ നമ്മുടെ അരയന്നം അങ്ങനെ ആഘോഷ പരിപാടികൾ എന്തായാലും മസ്റ്റാണ്. അപ്പോൾ തൃശ്ശൂരിൽ മാത്രമല്ല പൂരം, അനന്തപുരിയിലുമുണ്ട് പൂരം. അതാണ് അനന്തപൂരം. നമ്മൾ പൊളിക്കാം. തിരുവനന്തപുരത്തേക്ക് വന്നാൽ അത് വൈബാക്കും. റഹീസേ, പൂരം എങ്ങനെയുണ്ട്? അല്ല, തൃശ്ശൂർ മാത്രമാണ് പൂരം എന്നാണ് പലരും വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ അതല്ല. വേണമെന്ന് വെച്ചാൽ ചക്ക വേരിലും കായ്ക്കും. അപ്പൊ അതുപോലെ ആ വേരിൽ കായ്ച്ച ചക്കയാണോ ആമിന നമ്മളിപ്പോ കാണുന്നത്? ഇവിടെ ഒരൊറ്റ കാര്യം പറയാനുള്ളൂ, പൂരം കൊടിയേറി മക്കളെ. ഇവിടെ ടീം ഇവിടുന്ന് ഇതാ പൂരം അങ്ങ് കൊടിയേറ്റാണ്. ഇനി ഞങ്ങള് അവിടെ പോകും, കലോത്സവ വേദിയിൽ പോകും. അറിയണം സുജിയ, ഇനി ആമിനയുടെ കളികൾ എന്തൊക്കെയാണെന്ന്. അതെ, ദിലീപ് ദേവസ്യക്ക് പറ്റിയ ഒരു കലോത്സവ പാർട്ട്ണർ അല്ലെങ്കിൽ കലോത്സവ എതിരാളിയായി ആമിന വളർന്നുകൊണ്ടിരിക്കുകയാണ്. പല കാര്യങ്ങളും സർപ്രൈസ് ഇട്ടിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. ഇനി എന്താണ് വരാൻ പോകുന്നത് പ്രേക്ഷകർ കണ്ടറിയണം. ഇനിയുള്ള സമയം നിങ്ങൾ നോക്കിയിരിക്കുക, റിമോട്ട് മാറ്റാതെ ഇരിക്കുക. ആമിനയുടെ സർപ്രൈസ്. അപ്പൊ നമ്മുടെ ഈ ടീമിനെ കൂടി ഒന്ന് പരിചയപ്പെടുത്താം. നമുക്കൊപ്പം ഒരു വാദ്യ സംഘമുണ്ട്. നമ്മുടെ കലാജാഥ തുടങ്ങാൻ പോവാണ്. നമ്മുടെ ടീമിനെ മൊത്തം അണിനിർത്തിക്കോളൂ. കലാജാഥയായിട്ട് പോകാം. അതോടൊപ്പം നമ്മുടെ കിളിമാനൂരിൽ നിന്ന് ചേട്ടന്റെ പേര് അനിൽ കിളിമാനൂർ ഒരുക്കുന്ന ഈ ഒരു അരയന്ന പിടകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് ഈ ഒരു രാവിലെ തിരുവനന്തപുരത്തിന് ഒരു അതിശയമായിരിക്കും. നമുക്ക് ഇവരുടെ പേര് കൂടി അറിയട്ടെ. അതെ, നമുക്ക് ഇവരെ ഒന്ന് പരിചയപ്പെടുത്തി. എന്റെ പേര് അനിൽകുമാർ അരയന്നം. അപ്പൊ അല്ലേ, തച്ചപ്പള്ളി. അപ്പൊ അടുത്ത ആൾ അനിക്കുട്ടൻ. അനിൽകുമാർ, അനിക്കുട്ടൻ. ഇത് അഖിൽ. അഖിൽ എല്ലാം ആയിലാണ്. അടുത്തോടെ നോക്കാം. വിജിത്ത്. വിജിത്ത്. അടുത്ത ആള് അനന്തു. വീണ്ടും 4 ഇതെങ്ങനെയാ വെച്ച് സെലക്ട് ചെയ്യുന്നതാണോ? ചേട്ടന്റെ പേര് അനിലായ? ഇതിലെന്തോ ഒരു ഇടപെടലുണ്ട് സുജിയ. ഉണ്ട്, ഇതിലെന്തോ സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ആമിനയുടെ ആയാണോ ഈ അരയന്നങ്ങളുടെ പേരിലെ? അതെ, ഞാൻ എന്റെ ടീമിനെ ആയിട്ട് ഇങ്ങനെ ഒരുക്കി കൊണ്ടുവന്നതാണ്. അതിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം വേണ്ടേന്ന് വെച്ചിട്ടാണ് ചേട്ടനും കൂടി ഞാൻ ഉൾപ്പെടുത്തി. ആമിനയുടെ ടീമിന്റെ പെർഫോമൻസ് ഒന്ന് കണ്ടാലോ? അനിലേട്ട റെഡിയാണോ? നമുക്ക് അരയന്നങ്ങളുടെ ആ ഒരു പെർഫോമൻസ്, ആ മാസ്മരിക പ്രകടനത്തോടെ നമുക്ക് തുടങ്ങാം. മേളം. ഇതിലെ ഈ ഒരു വൈബിലേക്ക് വരാൻ ഒരു നാണം ആദിൽ. അതെ, നമുക്ക് ആദിലേക്ക് വരാം. ആദിൽ, കമോൺ.
സ്റ്റെപ്പ് നോക്ക്, സ്റ്റെപ്പ് ഇവരുടെ. ആ അപ്പൊ നമുക്ക് വിളംബര ജാഥയിലേക്ക് കിടക്കാം. എവിടെ ടി വി പ്രസാദ്, രഞ്ജിത്ത്? അപ്പോ നമുക്ക് നമ്മുടെ വിളംബര ജാഥയിലേക്ക് കിടക്കാം. വിളംബര ജാഥ ഇതാ നമ്മൾ നേരെ സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക്, പ്രധാന വേദിയിലേക്ക്, റിപ്പോർട്ടറിന്റെ കലാജാഥ ഇതാ കടന്നു വരികയാണല്ലേ. എന്തൊക്കെയാണ് എന്തൊക്കെയാണ്? ഇതാണ് നമ്മുടെ കലാപൂരം. ചെണ്ടയുണ്ട്. അപ്പൊ ഉഷാറായിട്ട് പോവാം. റിനു സെറ്റ് അല്ലേ? സെറ്റാണ്. നമുക്ക് നീങ്ങാം. വരൂ വരൂ. നമ്മൾ നേരെ സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് പോവുകയാണ്. റിപ്പോർട്ടറിന്റെ കലാജാഥയാണ് ഈ അടുത്ത് വരുന്നത്. കലാജാഥയായി കലോത്സവത്തിന് നമ്മൾ പോവുകയാണ്. റഹീസേ, എങ്ങനെയാണ് കഴിഞ്ഞ കലോത്സവത്തെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരു കലാജാഥയോടെ കലോത്സവ റിപ്പോർട്ടിങ്ങിന് കൊണ്ടുപോവാണ്? ഇത് പുതിയ ഇങ്ങനെ ഒരു എനിക്ക് തോന്നുന്നു നമ്മുടെ കഴിഞ്ഞ മാത്രമല്ല ഇതുവരെയുള്ള കലോത്സവത്തിൽ ഇങ്ങനെ ഒരു എൻട്രി നമ്മൾ എനിക്ക് തോന്നുന്നു ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിലേക്ക് ഡയറക്റ്റ് പ്രധാന വേദിയാണ് സെൻട്രൽ സ്റ്റേഡിയം. അങ്ങോട്ടേക്ക് ഈ സെൻട്രൽ സ്റ്റേഡിയത്തിൽ തന്നെ ഭയങ്കര ഇത്തവണത്തെ വേദിക്ക് തന്നെ ഭയങ്കര പ്രത്യേകത. സാധാരണ രീതിയിൽ വലിയ വേദിയാകുമ്പം കുറേ തൂണുണ്ടാവും. നമ്മൾ ബാക്കിലിരിക്കുമ്പം തൂണ് വെച്ച് പറയും. ഇത്തവണ ജർമ്മൻ മാതൃകയുള്ള ഒരു സ്റ്റേജാണ്. ഒരു തൂണുമില്ല. ഏറ്റവും ബാക്കിൽ നിൽക്കുന്നവരെ ഏറ്റവും ആദ്യം. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് ഒരു ഗ്രാൻഡ് എൻട്രി കൊടുക്കാൻ പോവാണ്. സ്റ്റേ ട്യൂൺഡ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം കലാജാഥയായി സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക് വിൽ ബി ബാക്ക്. ഇതിൽ കൂടുതൽ വൈബ്, ഇതിൽ കൂടുതൽ ആവേശം ഇവിടെ മാത്രം. സ്റ്റേ ട്യൂൺഡ്.